എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 27 സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 27 4 മുതൽ 6 വരെ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ ഭയങ്ങളെ അകറ്റുന്നു എന്ന് 27 സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നു. അതിൻ്റെ കാരണങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത്. ഒന്ന്, എൻ്റെ വെളിച്ചം വസ്തുക്കൾ മനസ്സിലാക്കി തരിക മാത്രമല്ല, വഴി ഏതെന്ന് കാണിച്ച് നയിക്കുകയും നടത്തുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ കൂടിയുള്ള വെളിപ്പാടിന് മുൻപാണ് ദാവീദ് ഇപ്രകാരം പ്രസ്താവിക്കുന്നത്. യേശുക്രിസ്തു വന്നപ്പോൾ പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അതുകൊണ്ട് കൂടുതൽ ദീപ്തമാകുന്നു. അന്ധനായ ഒരുവൻ സൂര്യൻ്റെ വെളിച്ചത്തെക്കുറിച്ച് കേട്ടും മനസ്സിലാക്കിയും ചില ധാരണകൾ വരുത്തിയിട്ടുണ്ടാവും. എന്നാൽ ആ വെളിച്ചം അയാൾക്ക് കാണാൻ തക്കവണ്ണം കണ്ണു തുറക്കുമ്പോൾ ഉള്ള അനുഭവം എത്ര വ്യത്യസ്തമായിരിക്കും. ദൈവം വെളിച്ചമാകുന്നു എന്ന് 1 യോഹന്നാൻ 1 അധ്യായത്തിൽ അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു. എന്നാൽ ആ വെളിച്ചവും നമ്മൾ വായിച്ച സങ്കീർത്തനം 27 കാണുന്ന വെളിച്ചവും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് ദിശാബോധമുണ്ടാകുന്നു. അവൻ പോകേണ്ട വഴിയും പിൻപറ്റേണ്ട മാർഗങ്ങളും വളരെ വ്യക്തമായി തീരുന്നു. ഒരു പേഴ്സണലായി ദൈവിക വെളിച്ചം എനിക്ക് ലഭിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ കാണുന്നത്. 2, എൻ്റെ രക്ഷയാണ്. യഹോവ എല്ലാ അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ കടന്നാക്രമങ്ങളിൽ നിന്നും കാത്ത് സംരക്ഷിക്കുന്നു എന്നുള്ളത് സ്വന്തം അനുഭവത്തിൻ്റെ അനുസ്മരണയാണ്. എന്നാൽ രക്ഷയുടെ യഥാർത്ഥ അനുഭവം യേശുക്രിസ്തു മൂലമാണ് നമുക്ക് സാധ്യമാകുന്നത്. പൈതലായ യേശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് വൃദ്ധനായ ശിമയോൻ പ്രഖ്യാപിച്ചു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നിന്റെ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. 3 ദാവീദ് പറയുന്നത് ജീവന്റെ ബലമാണ്. നമ്മുടെ ജീവൻ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3 അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നാം സ്വാഭാവികമായി ബലഹീനരാണ്, എന്നാൽ ക്രിസ്തുവിൽ നാം ബലശാലികളാകുന്നു. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 12 അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഈ 3 അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ധൈര്യപൂർവ്വം ദാവീദ് ചോദിക്കുന്നത്, ഞാൻ ആരെ ഭയപ്പെടുമെന്ന്. അപ്പോൾ ഭയരഹിതമായ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവിടുന്ന് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും എൻ്റെ ജീവൻ്റെ ബലവുമാകുന്നു എന്നുള്ള ദൃഢവും വ്യക്തിപരവുമായ വിശ്വാസമുണ്ടാവണം. ആ വിശ്വാസത്തിന് മുൻപിൽ ഏത് ശത്രുക്കളും ഇടറി വീഴും. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല.
ഒരു സൈന്യം മുഴുവനും തനിക്കെതിരായി പാളയമിറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം മൂലമാണ്. വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും നടുവിൽ കൂടി കടന്നുപോയ അനേകം വിശ്വാസികൾക്കും ഈ സങ്കീർത്തന വാക്യം ധൈര്യവും പ്രത്യാശയും നൽകിയിട്ടുള്ളതാണ്. ആഫ്രിക്കയിലെ മിഷണറി ബിഷപ്പായിരുന്ന ജെയിംസ് ഹാനിങ്ടൺ, അദ്ദേഹം അവിടെ തദ്ദേശവാസികൾ ബന്ധനസ്ഥനാക്കപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ എഴുതി: ജ്വരബാധ മൂലം അവശനായി, വേദനകൾ പല വിധത്തിൽ അനുഭവപ്പെട്ടു, മരണം ഏതു നിമിഷത്തിലും സംഭവിക്കാമെന്ന ഭീതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ മരണത്തിന് മുൻപായി എഴുതി: ഞാൻ വളരെ തളർന്നിരിക്കുന്നു, ശക്തി തീരെ ക്ഷയിച്ചിരിക്കുന്നു. എന്നാൽ 27-ാം സങ്കീർത്തനത്തിൽ ഞാൻ ആശ്വാസവും ധൈര്യവും കണ്ടെത്തിയിരിക്കുന്നു. ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവം തൻ്റെ വെളിച്ചവും രക്ഷയും ജീവൻ്റെ ബലവുമായി അനുഭവപ്പെടത്തക്കവണ്ണം സാധ്യമായത് തൻ്റെ ആരാധനാ ജീവിതത്തിൽ കൂടിയാണ് എന്ന് ദാവീദ് വ്യക്തമായി പ്രസ്താവിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ വായിച്ച 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്കടമായ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവും രാജ്യതന്ത്രജ്ഞനുമായ ദാവീദിന് ഭൗതികമോ രാഷ്ട്രീയമോ കാര്യങ്ങളൊന്നുമല്ല തീവ്രമായ ആഗ്രഹമായിരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ 2 സഹോദരങ്ങൾ ആഗ്രഹിച്ചത് ഒന്നിലധികം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു സ്ഥാപിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ഭൗതിക രാജ്യത്തിലെ പ്രധാന സ്ഥാനം അവരാഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദിൻ്റെ ഉത്കടമായ ആഗ്രഹം ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനയായിരുന്നു. അവിടെ നിർബാധം ദൈവ സംസർഗത്തിൽ കഴിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദേവാലയത്തിലെ ആരാധനയെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയും ഉദാത്തമായ ചിന്തകളാണ് ഈ വാക്യങ്ങളിൽ ദാവീദ് ഉയർത്തുന്നത്. ഒന്നാമത്, യഹോവയുടെ ആലയത്തിൽ പാർക്കുക. അത് ദാവീദിന് വലിയ ഹരമായിരുന്നു. മറ്റൊരു സങ്കീർത്തനത്തിൽ ഇതിൻ്റെ പ്രതിധ്വനിയുണ്ട്: യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. 122-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. മറ്റൊരു ഭാഗത്ത്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യഹോവയുടെ മന്ദിരത്തിൽ കൂടുകെട്ടി പാർക്കുന്ന മീവൽ പക്ഷികളുടെയും കുരികിലുകളുടെയും ഭാഗ്യമോർത്ത് സങ്കീർത്തനക്കാരൻ അസൂയപ്പെടുന്നതായി 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. രണ്ടാമത് പറയുന്നത്, ആലയത്തിൽ എത്തുന്നത് യഹോവയുടെ മനോഹരത്വം ദർശിക്കാനാണ്. അദൃശ്യനായ ദൈവത്തെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് ദർശിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അവിടുത്തെ ആത്മീയ ചൈതന്യവും സാന്നിധ്യവും ആന്തരിക തലത്തിൽ അനുഭവപ്പെടാൻ കഴിയും. അതിനുള്ള ആഹ്വാനം ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു: എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ. പ്രാർത്ഥനയെപ്പറ്റി C.H. ഡോഡ് നൽകുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ്: The divine above us is inviting the divine in us. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഭയരഹിതമായി ജീവിക്കാൻ, വെളിച്ചമായ ദൈവത്തെ കണ്ടെത്താൻ, ജീവൻ്റെ ബലമെന്ന് അനുഭവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രമാത്രം ആഴമായ ഒരു ബന്ധം, ഒരു ആത്മധൈര്യം ദാവീദിന് ലഭിക്കുന്നത് ദേവാലയത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കാനുള്ള അദമ്യമായ ആഗ്രഹം നിമിത്തമാണ്. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ഒട്ടും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ആയുസ്സിലും അത് ഉപയോഗിച്ച് ദൈവസന്നിധിയിൽ നിരന്തരം ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
അവിടുന്ന് ഞങ്ങളുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ധൈര്യവും ബലവും വെളിച്ചവുമായി കൂടെയുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശക്തമായ ആത്മധൈര്യം ഞങ്ങളെ നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. വ്യത്യസ്തമായ ബലഹീനതകളും പല തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുവാനുള്ള കരുത്ത്, ഊർജം ദൈവവചനത്തിലൂടെ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ അവിടുത്തെ ബലം ഞങ്ങൾക്ക് പകരുന്നുവല്ലോ. ഞങ്ങൾ കിടക്കകളിൽ അഭയം പ്രാപിക്കുമ്പോൾ കർത്താവ് തൻ്റെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങുന്നുവല്ലോ. ഞങ്ങൾ കണ്ണുനീർ പൊഴിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ചേർന്ന് കരയുന്ന ദൈവമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ആലോചന ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജീവിത വഴിത്താരകളിൽ ലഭിച്ച ദൈവകൃപയെ ഓർത്ത് പുതിയ വർഷത്തിലേക്ക് പ്രത്യാശയോടെ പ്രവേശിപ്പാനും ദൈവാനുഭവത്തിൽ നിലനിൽപ്പാനും എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.